സ്നേഹം കൊണ്ടും മൗനം കൊണ്ടും ആരെയും നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. എത്ര ദേഷ്യപ്പെട്ടു വരുന്ന ആളെയും ഈ രണ്ട് കാര്യം കൊണ്ട് നമുക്കവരെ കീഴ്പ്പെടുത്താൻ കഴിയുന്നതാണ്. ഇതിന് ഒരു വലിയ ഉദാഹരണമുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിൽ അനസ് റളിയല്ലാഹു അൻഹു കുറച്ച് മധുര പലഹാരവുമായി കയറി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അനസെ, ഇതെവിടുന്നാണ്, ആരാണ് കൊടുത്തുവിട്ടത്? അപ്പൊ ഇന്ന ആളാണ് കൊടുത്തുവിട്ടത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആ മധുര പലഹാരം നിറച്ച പാത്രം തട്ടിത്തെറിപ്പിച്ചു എന്നാണ് ഹദീസിൽ വരുന്നത്. ആ ഹദീസിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഫസഖത്തത്തിസ് സുഹ്ഫ ഫംഫലഖത് ഫജമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിലഖസ് സുഹ്ഫ സുമ്മ ജഅല യജ്മഉ ഫീഹ തആം അല്ലദി കാന ഫിസ് സുഹ്ഫ. തട്ടിത്തെറിപ്പിച്ച ആ പാത്രവും മധുര പലഹാരവും തെറിച്ച് ചിതറി ഛിന്ന ഭിന്നമായി പോയി. ദേഷ്യപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തതാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെല്ലാം ചിതറി പല ഭാഗത്തേക്ക് വീണു പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിലത്തിയിരുന്നു. സുമ്മ ജഅല യജ്മഉ ഫീഹ തആം. ചിതറിപ്പോയ മധുരപലഹാരമെല്ലാം വാരിക്കൂട്ടാൻ തുടങ്ങി. വാരിക്കൂട്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് നോക്കി. ആയിഷ റളിയല്ലാഹു അൻഹ കണ്ണ് നിറഞ്ഞ് വലിയ സങ്കടത്തോടെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ടുകൊണ്ട് ഇരുന്ന സഹാബിമാരെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ഉമ്മയ്ക്ക് ഒരൽപ്പം ഗീറത്തിലാണ്, ദേഷ്യത്തിലാണ് എന്ന് പറയുണ്ടായി. ഇവിടെ നോക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എടുത്ത ആ ഒരു സമീപനം, ഒരു പോസിറ്റീവായ സമീപനമാണ് അവിടെ എടുത്തത്. നേരെ മറിച്ച് നെഗറ്റീവായ ഒരു സമീപനം അവിടെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒച്ചയും ബഹളവും എല്ലാം ആയി ശബ്ദമുഖരിതമായി ആ വീട് മാറുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്നേഹത്തോടെ ക്ഷമയോടെ അവിടെ ഇരുന്ന് അതെല്ലാം വാരിപ്പിറക്കി. പൊട്ടിപ്പോയ പാത്രം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചു. അവിടെ ഉണ്ടായിരുന്ന നല്ല പാത്രം എടുത്ത് ആരാണോ ആ ഭക്ഷണത്തളിക കൊടുത്തുവിട്ടത് അവരുടെ വീട്ടിലേക്ക് നല്ല പാത്രം കൊടുത്തയച്ചു എന്ന് ഹദീസിന്റെ അവസാനം കാണാൻ കഴിയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സ്നേഹത്തിന്റെ മുന്നിൽ കീഴ്പ്പെട്ടുപോയി, മൗനിയായി മാറി. അവിടെ നബിതങ്ങളുടെ ആ പ്രവൃത്തിയിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്.